ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന കേര മീൻ അച്ചാറാണ്. ഇതിന് നമ്മൾ മീൻ നല്ല വൃത്തിയായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും പുരട്ടി അരമണിക്കൂർ വെച്ച് നല്ലെണ്ണയിൽ വറുത്ത് കോരിയെടുക്കണം. അതിനുശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരിഞ്ഞത്, ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് വെക്കണം. മുളക് പൊടി, കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുറിച്ച് വെക്കണം. ഇതെല്ലാം ഇൻഗ്രീഡിയൻസ് എല്ലാം എടുത്ത് വെച്ചതിന് ശേഷം വേണം നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ തുടങ്ങാൻ. ഒരു ഉണക്കമുളക് മുറിച്ച് ഇട്ടത്, 1 സ്പൂൺ ഉലുവ, 1 ടീസ്പൂൺ കടുക്, കായപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഉപ്പ്, ലേശം കുരുമുളക് പൊടി, ഇത്രയും സാധനങ്ങൾ നമുക്ക് വേണം. നല്ലെണ്ണ വേണേ. അതിനുശേഷം ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് നല്ലെണ്ണ ഒഴിച്ച് എണ്ണ നന്നായിട്ട് തിളച്ച് വരുമ്പം കടുക് ഇട്ടതിന് ശേഷം നമ്മൾ 1 സ്പൂൺ ഉലുവ കൂടി അതിലേക്കിട്ട് പൊട്ടിച്ചെടുക്കണം. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ വിശദമായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലെണ്ണയിൽ കടുക് ഉലുവയും ഇട്ട് അത് പൊട്ടി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 2-3 ഉണക്കമുളക് മുറിച്ചത് അതിലേക്ക് ഇടണം. അതിനുശേഷം നമ്മൾ കറിവേപ്പില ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചത് അതിലേക്കിട്ട് ഒന്ന് വഴറ്റുക. പച്ചമുളക് അരിഞ്ഞത് ഇടണം. അതിനുശേഷം വെളുത്തുള്ളി അതിൽ എണ്ണയിലേക്ക് ഇടുക. ഇത് നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. വെളുത്തുള്ളി ഇട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കിന് നമ്മൾ ഇഞ്ചി അരിഞ്ഞ് വെച്ചത് അതിലേക്കിട്ട് വഴറ്റുക. ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതിട്ട് നന്നായിട്ട് വഴണ്ട് വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കിയുള്ള പൊടികളെല്ലാം നമുക്കതിലേക്ക് ഇടണം. കായപ്പൊടി ഇടുക, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി, അങ്ങനെ ഉള്ള പൊടികളെല്ലാം നമ്മൾ ഇടണം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇടണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചതിൽ 1 കപ്പ് വിനാഗിരി കൂടെ വേണം. ഞാനത് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഉലുവാപ്പൊടി ഇട്ട്, മഞ്ഞൾപ്പൊടി ഇട്ട്, കായപ്പൊടി ഇട്ട് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കുക. ലേശം കുരുമുളക് പൊടി കൂടി ഇട്ടതിന് ശേഷം ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റണം. അപ്പോൾ ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലെല്ലാം വഴണ്ടി വന്നു കഴിയുമ്പോഴത്തേക്കിനും ഒരു കിലുകിലാ ശബ്ദം നമുക്ക് കേൾക്കും. അപ്പോൾ അറിയാം മൂത്തു എന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് ഈ പൊടികൾ, ബാക്കിയുള്ള പൊടികളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് തീയൊന്ന് ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ഇട്ടാലും നല്ലതാണ്. കാരണം മുളക് പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. കാരണം ഇത് നല്ല ചീനച്ചട്ടി നല്ല ചൂടായിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം മുളക് പൊടി കൂടി ഇട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ 1 കപ്പ് വിനാഗിരി അതിലേക്ക് ഒഴിച്ച് ഇളക്കുക. ഇത് നമുക്ക് കുറച്ച് ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന അച്ചാറാണ്. നല്ല ടേസ്റ്റ് ഉള്ളതുമാണ്. അപ്പോൾ നമ്മൾ ഈ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ മീൻ കഷ്ണങ്ങൾ മുറിച്ചപ്പം ബാക്കി വന്ന കഷ്ണങ്ങൾ എടുത്തതിൻ്റെ ബാക്കിയുള്ളത് വെച്ച് ഞാൻ നല്ല ടേസ്റ്റി ആയിട്ട് തേങ്ങ അരച്ചൊരു മീൻ പച്ചക്കറി വെച്ചിട്ടുണ്ട്. അതുകൂടെ ഇതിലുണ്ട്.